that's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still. ഹേ എവരിവൺ, ഇന്ന് ഞങ്ങൾ വിചാരിച്ചൊരു വീക്ക് ഇൻ അവർ ലൈഫ് ചെയ്യാമെന്ന്. സൺഡേ ആയിരുന്നു ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമാണ്. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സസൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയാണ് വിഷുവിൻ്റെ സെലിബ്രേഷനൊക്കെ നടത്തിയത്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് സദ്യ പോലെയൊക്കെ സെറ്റാക്കി ചെയ്തത്. സോ എനിവേ, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ചപ്പാത്തിയും ഷക്ഷുക്കയായിരുന്നു. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ ഇതിൻ്റെ ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കാണാൻ മാത്രമൊന്നുമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ കളർ ചെയ്യാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ തെരാപേര നടക്കുന്ന സമയത്ത് ഷെഫ് ആദിത്യ കിച്ചണിൽ കയറിയിട്ട് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സദ്യയായിരുന്നു. അതിൽ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, സാമ്പാർ, തേങ്ങ ഇല്ലാത്ത അവിയൽ. അത് അങ്ങനെ മെൻഷൻ ചെയ്യാൻ കാരണം തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയാണ് ഞങ്ങൾ അവിയലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു വയസ്സ്. ആൻഡ് അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. എന്തായാലും ഒരു വീട്ടിൽ പോയി വന്ന ഒരു വൈബ് കിട്ടി ഞങ്ങൾക്ക് തന്നപ്പോൾ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ പോയി. ഇന്നത്തെ ക്ലൈമറ്റ് പറയുമ്പോൾ ചെറിയൊരു സൺ ഉണ്ട്, എന്നാലും ക്ലൗഡിയാണ്. ആൻഡ് ദിസ് ഈസ് അവർ ആമിന. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ മോഡൽസ് പറയുന്നത് ആദ്യം ജ്യോതിയായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ റൂമിൽ നല്ല ഭംഗിയുള്ള സൺസെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ കണിക്കൊന്നൊന്നും കിട്ടാത്ത കാരണം ഞങ്ങൾ ചെറിയ ബ്ലോസം യൂസ് ചെയ്തിട്ടാണ് കണിയൊക്കെ ഒരുക്കിയത് നാളേക്കുള്ള. പിറ്റേ ദിവസം രാവിലെയാണ് കണി കണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അതൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല, പക്ഷെ ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ഓട്സ് ഉപ്മാവാണ്. അതൊക്കെ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിന് പോയി. അപ്പോൾ ഇന്ന് മോർണിംഗ് ഒരു 10:14 ആയിരുന്നു ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് പറയുമ്പോൾ ലെക്ചറായിരുന്നു. ലെക്ചറർ വരാൻ കുറച്ച് ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചതിന് പാട്ടൊക്കെ ഇട്ടിട്ടിരുന്നിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞേക്ക് അടുത്ത ക്ലാസ് ഉണ്ടായിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. ഈ ക്ലാസ്സിൽ ഞാൻ ഇത്ര വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ദിവസവും ഞാൻ ഇത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മറന്നുപോയി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര മഴയായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് പറയുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു. അനാട്ടമി ആയിരുന്നു. അത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ഐസ്ക്രീമൊക്കെ തിന്നിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 6:30-7 മണി കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി ചെയ്തത്. ഈ ദിവസം ഞങ്ങൾക്കൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം പഠിക്കായിരുന്നു. ആൻഡ് ഇന്നൊരു ക്ലൗഡി ദിവസമായിരുന്നു. കുറച്ച് നേരം പഠിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ചിക്കൻ കറിയും മോരുകറിയും ചോറുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നിവിടെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ ബോൺ കൊടുക്കുന്നത് ആമിക്കാണ്. ആൻഡ് ഞങ്ങൾ ആമീന്നൊക്കെ വിളിക്കണമെങ്കിലും ബാക്കിയുള്ളവരെന്തൊക്കെയോ പേര് വിളിക്കുന്നുണ്ട്, ലൂസിന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പല ആൾക്കാർ പല പേരിൽ വിളിക്കുന്നത്. ഭക്ഷണം കഴിച്ചപ്പോൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരു നാപ്പൊക്കെ എടുത്ത് പിന്നെ വീണ്ടും കുറച്ച് നേരം പഠിക്കായിരുന്നു. മെയിനായിട്ട് ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് നാളെ കുറച്ച് ഓറലി ക്വസ്റ്റ്യൻസ് വയ്ക്കും, അതുകൊണ്ടാണ്.
ആൻഡ് നെക്സ്റ്റ് ദിവസത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ സൺലൈറ്റ് കണ്ടിട്ടായിരുന്നു. യൂഷ്വലി അങ്ങനെ ലേറ്റ് അധികം വരാറില്ല, അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൻഡ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ ബ്രെഡായിരുന്നു, ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച്. അത് കഴിച്ചിട്ട് പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക ചെയ്തത്. ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് പറയുമ്പോൾ ബയോ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. ആൻഡ് അത് അറ്റൻഡ് ചെയ്തേക്ക് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോളജി ക്ലാസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ലേറ്റ് ആയി വെച്ചിട്ട് ഭയങ്കര ഹറിബറിയായിട്ട് പോയപ്പോൾ ആരും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ ക്ലാസ്സിൽ കയറ്റിയത്. ആൻഡ് എൻഡ് ഓഫ് ദ ക്ലാസ്സിൽ ഞങ്ങൾ കുറേ ടിഷ്യൂസൊക്കെ കണ്ടു. ആൻഡ് അതിൽ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കണക്ടിവിറ്റി ടിഷ്യൂവിൻ്റെ വിഷ്വൽസാണിത്. ഹിസ്റ്റോളജി ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അതിലെ വിഷ്വൽസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ അവിടെ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അതിന് ശേഷമാണ് പിന്നെ എണീച്ചപ്പോൾ രാത്രി ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്തില്ല. സാധാരണ ഉള്ളതിനെയും കാട്ടി ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുള്ള ദിവസമാണെന്ന്. ഞങ്ങൾക്ക് യൂഷ്വലി 2 അല്ലെങ്കിൽ 1 സബ്ജക്റ്റസൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ എന്നാൽ ഞങ്ങൾക്ക് 4 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിയേക്ക് ഞങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുക ചെയ്തത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പോകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴൊരു വിഷ്വലാണത്. പിന്നെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഞങ്ങൾ പിന്നെ ഹോസ്റ്റലിലേക്ക് പോവുക ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ചാർജും ഉണ്ടായിരുന്നില്ല. ഈ ദിവസത്തെ ഞങ്ങൾ ആകെ ഈ ഒരു വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഈ ഒരു വീക്കിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തത്. അപ്പോൾ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിന് പോകുന്ന സമയത്ത് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.